ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസ് റെസിപ്പിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിനു വേണ്ടി ഞാൻ ഇപ്പോൾ ടോപ്പ് ഗ്രാമിൻ്റെ മസാല പാക്കറ്റ് 3 ബോക്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. വെള്ളം ചൂടായി വരുമ്പോൾ ഞാൻ ഇതേപോലെ 3 സ്ക്വയറുള്ള ആ ഭാഗത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 80% അളവ് ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഈ വെള്ളം ഊറ്റിയെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് വെള്ളം തിളച്ചതും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ നൂഡിൽസ് ഒട്ടാണ്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം വെന്ത ശേഷം നമുക്കെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സബോള ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സായി വന്ന ശേഷം ഇതിന് സബോളയ്ക്കും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ഉപയോഗിച്ച് കൊടുക്കുക. എന്നാൽ മസാല പാക്കറ്റിൽ ഉപ്പുള്ളത് കൊണ്ട് ഇതിന് മാത്രം വേണ്ടിയ ഉപ്പും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് വെന്ത് വരുമ്പോൾ തക്കാളി നല്ലോണം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചപ്പട്ടാണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് എന്ന് പറയും. അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ അതേപോലെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് നല്ലോണം ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സായി വരുമ്പോൾ മുട്ട വെന്ത് വരുന്ന സമയത്ത് നമ്മൾ മസാല എല്ലാ ഭാഗത്തും വരുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഇതേപോലെ നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട നല്ലോണം വെന്ത് വരുന്ന വരെ നിങ്ങൾ ഇതിപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഏത് നൂഡിൽസാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ മസാല പാക്കറ്റ് നമ്മളിതിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 3 എടുത്തത് കൊണ്ട് 3 മസാല പാക്കറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സായി വന്ന ശേഷം ഇതിലേക്ക് ഇപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ കുറച്ച് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവ് മുളക് പൊടി, അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവ് ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സായി വന്ന ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ചേർക്കുമ്പോൾ ആ ഒരു പുളിപ്പ് ടേസ്റ്റിനുകൾ നല്ല ടേസ്റ്റ് കൂടുതലാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്താൽ നല്ല ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നൂഡിൽസും കൊണ്ടുള്ള ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടായ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.